നസ്കർ, കഴിഞ്ഞ 10 വർഷം കേരള പോലീസിന് നട്ടെല്ലുണ്ടായിരുന്നില്ല. അതിന് കാരണം നട്ടെല്ല് തീരെ വളയുന്നവരെ മാത്രമേ പിണറായി വിജയൻ പോലീസ് തലപ്പത്ത് വയ്ക്കുമായിരുന്നുള്ളൂ. ഏറ്റവും ഉയർന്ന പദവി DGP മുതൽ മറ്റ് പദവികളിലേക്ക് ക്രമസമാധാനം അടക്കമുള്ള ചുമതലകൾ ഒരാൾക്ക് കിട്ടണമെങ്കിൽ പിണറായിയുടെ അടിമകളാവണം. എന്തു പറഞ്ഞാലും അത് ചെയ്യണം. പോലീസിൻ്റെ പണി രണ്ടാണ്. ഒന്ന്, CPM ക്രിമിനലുകളെ രക്ഷിച്ചെടുക്കണം. അവർക്കെതിരെ കേസുണ്ടാവും. അഴിമതി നടത്തും, തട്ടിപ്പ് നടത്തും, ഗുണ്ടാപ്പണി ചെയ്യും, ലഹരി വിൽക്കും. അവരെയൊക്കെ രക്ഷിച്ചെടുക്കണം. അതാണ് ആദ്യത്തെ പണി. രണ്ടാമത്തേത്, സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്ന നിരപരാധികളെ വേട്ടയാടണം. ഈ രണ്ടുമായിരുന്നു പോലീസിൻ്റെ പണി. അതിനുവേണ്ടി എപ്പോഴും കുനിഞ്ഞു നിന്നിരുന്ന MR അജിത് കുമാർ എന്ന ഓഫീസറെയാണ് പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിച്ചത്. അതുവരെ ഇല്ലാത്ത ഒരു പദവിയാണ് ADGP ക്രമസമാധാന ചുമതല എന്നത്. അതുവരെ DGPക്കാണ് പോലീസിൻ്റെ ഭരണം. പിണറായി സീനിയറായ ഒരാളെ മാത്രമേ DGP ആക്കാൻ കഴിയൂ എന്നതിനാൽ ഏതെങ്കിലും ഒരു ബൊമ്മയെ പിടിച്ച് ആ പദവിയിൽ ഇരുത്തിയിട്ട് ADGP ലോ ആൻഡ് ഓർഡർ എന്ന തസ്തികയ്ക്ക് DGPയുടെ പവർ കൊടുത്തു. ആ പവറിൽ 4 വർഷം ആറാടിയത് MR അജിത് കുമാർ എന്ന പിണറായി അടിമയായിരുന്നു. നിരപരാധികളെ ഓടി നടന്ന് വേട്ടയാടി. അത് സാധാരണ മനുഷ്യരെ മാത്രമല്ല, മറുനാടിനെയും ഏഷ്യാനെറ്റിനെയും പോലുള്ള മാധ്യമ സ്ഥാപനങ്ങളെയൊക്കെ ടാർഗറ്റ് ചെയ്ത് സ്കെച്ച് ചെയ്ത് വേട്ടയാടി. കൂടാതെ പോലീസിലെ സത്യസന്ധരായ മനുഷ്യരെയും വേട്ടയാടി. അങ്ങനെ MR അജിത് കുമാറിൻ്റെ പകയ്ക്ക് ഇരയായ ഒരു ഉദ്യോഗസ്ഥനാണ് P. വിജയൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. പക്ഷേ ഇതൊന്നും MR അജിത് കുമാർ എന്ന ധാർഷ്ട്യക്കാരന്, അടിമയ്ക്ക്, അനീതി മാത്രം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ ബാധകമായിരുന്നില്ല. അദ്ദേഹം P. വിജയനെതിരെ രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തി സസ്പെൻഡ് ചെയ്തു. ആലോചിച്ച് നോക്കൂ, ഒരു പോലീസ് ഓഫീസർ, രാജ്യത്തിന് അഭിമാനമായ ഒരു പോലീസ് ഓഫീസർ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് തുടങ്ങിയ, പുണ്യം പൂങ്കാവനം പദ്ധതി തുടങ്ങിയ പ്രധാനമന്ത്രി മോദി തൻ്റെ റേഡിയോ പ്രഭാഷണത്തിൽ പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി സസ്പെൻഡ് ചെയ്യുക, സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത കണ്ണിൽ ചോരയില്ലാത്ത MR അജിത് കുമാർ ഇരുന്ന അതേ കസേരയിൽ P. വിജയൻ വന്നിരുന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് പോലീസിനെ എങ്ങനെ പണിയെടുക്കാൻ അറിയാമെന്ന്. അജിത് കുമാറിൻ്റെ അതേ കസേരയിൽ ലോ ആൻഡ് ഓർഡർ ADGP പദവിയിലിരിക്കുകയാണ് P. വിജയൻ. ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യേണ്ടി വരും. കാരണം അദ്ദേഹം വളരെ വൈകിയാണ് സർവീസിൽ കയറുന്നത്. 10ാം ക്ലാസ് തോറ്റതിന് ശേഷം വീട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ചുമട് ചുമക്കാനും മേസ്ത്രി മേക്കാട് പണിക്കും കൂലിപ്പണിക്കുമൊക്കെ പോയി കുറേ വർഷം അങ്ങ് പോയി. പിന്നീട് പ്രൈവറ്റായി പരീക്ഷ എഴുതി പാസ്സായതാണ് P. വിജയൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് IPS കിട്ടുന്നത് 1999 അതേസമയം ഇപ്പോൾ DGP പദവിയിലേക്ക് പ്രൊമോഷൻ കിട്ടിയ ശ്രീജിത്ത് 95 ബാച്ചുകാരനാണ്. 94 ബാച്ചുകാരനാണ് മനോജ് എബ്രാഹിം. അവരൊക്കെ സർവീസിലുണ്ട്. ഇത്രയും ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒരിക്കലും ഇദ്ദേഹത്തിന് DGP പദവി കിട്ടില്ല. ADGP റിട്ടയർ ചെയ്യേണ്ടി വരും. പക്ഷെ അന്തസ്സായാണ് അദ്ദേഹം ADGP പദവിയിൽ നിന്നും റിട്ടയർ ചെയ്യാൻ പോകുന്നത്. 1.5 വർഷം കൂടി സർവീസുള്ളൂ. 2028 ഫെബ്രുവരി 28 അദ്ദേഹത്തിൻ്റെ സർവീസ് കഴിയുന്നത്. ഇപ്പോഴത്തെ DGP അവധിയിലായതുകൊണ്ട് ആ DGPയുടെ ചുമതല വഹിക്കുന്നതും ADGP P. വിജയനാണ്. അദ്ദേഹമാണ് ക്രമസമാധാന ചുമതലയുള്ള ആൾ. എന്താ വെച്ചാൽ DGP തന്നെയാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ആ പദവിക്ക് അന്തസ്സുണ്ടാക്കി കൊടുത്തിരിക്കുന്നു. കേരള പോലീസിന് അന്തസ്സുണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ഒരു ഗുണ്ട കേരള പോലീസിനെ പരിഹസിച്ചുകൊണ്ട് തെരുവിലിറങ്ങുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിരന്തരം ആക്രമിക്കുകയാണ്. ചുണയുണ്ടെങ്കിൽ പിടിക്കട എന്ന് പറയുകയാണ്. അങ്ങനെ പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട് ഒരു ഗുണ്ട രംഗത്ത് വന്നപ്പോൾ അയാളെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കേരള പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ട് പോലീസ് പ്രത്യേക സന്നാഹമൊരുക്കി അയാളെ പിടികൂടാൻ കൃത്യമായി പിടികൂടി. ഇതപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു, കാപ്പ ചുമത്തുമെന്ന് വരെ പോലീസ് പറയുന്നുണ്ട്. അതേക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ADGP ഇന്ന് രംഗത്ത് വന്നു. നമ്മൾ അദ്ദേഹം പറഞ്ഞത് കേൾക്കണം. അദ്ദേഹം വളരെ കൃത്യമായി പല കാര്യങ്ങളും പറഞ്ഞു. എല്ലാ നിയമപരമായിരിക്കുന്ന നെയിലിംഗ് ഡൗണും നടത്തിയിരിക്കും. അതായത് കാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എൻഫോഴ്സ് ചെയ്യുന്നത് നോക്കും. പിന്നെ അതിൻ്റെ ലീഗലായിരിക്കുന്ന എല്ലാ പോസിബിലിറ്റീസും നോക്കുന്നുണ്ട്. വേറെ കേസുകളുണ്ട്, പലതും കൂടുതൽ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങളിതിനെ കാണുന്നത് ഒരു ആയെങ്കിൽ മാത്രമല്ല, ഒരു ഗുണ്ടയ്ക്ക് ഇത്തരത്തിലുള്ള വെല്ലുവിളിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളൊരു കേരളത്തിലെ നൊട്ടോറിയസ് ആയിരിക്കുന്ന ആളുകളെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒരു ആളുകൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് വെച്ച് ഉള്ള ഒരു ഓപ്പറേഷന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്താണ്, അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആയങ്കിയുടെ ഈ ഒരു വെല്ലുവിളി ഉണ്ട്. ഞങ്ങൾ ഒരു ആയങ്കിയെ പിടിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ പ്രവർത്തനം ആരെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള നിയമപരമായ നടപടി കൂടിയാണ്. ഇന്നലെ തന്നെ ഞങ്ങളെല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇന്നലെ രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്ക് തന്നെ ഏകദേശം 55 പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ആയങ്കിയുടെ കൂട്ടാളികളുണ്ട്, എല്ലാത്തവരും ഉണ്ട്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അതിൻ്റെ കൂടുതൽ കണക്ക് കിട്ടും. കൂടുതൽ പേര് കസ്റ്റഡിയിലായിരുന്നു. 100 പേരെങ്കിലും മൊത്തത്തിലായിട്ടുണ്ടാവുന്ന കണക്കാണ്. മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ചില റീൽ ഹീറോസായിട്ടും ബർത്ത്ഡേ പാർട്ടികൾ ആഘോഷിക്കുകയും വാളുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ വലിയ ഷോ നടത്തി നടക്കുന്ന ആളുകൾ,
അവരുടെ ആ ഷോ ഇന്ന് ഇതോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. ചില ഗുണ്ടകളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ചില സ്പോൺസേഴ്സിൻ്റെ ആണ്. ഏതായാലും സ്പോൺസേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ അകത്ത് ഈ ഒരു ക്രൈമിൻ്റെ കൂട്ടായ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഇതിൻ്റെ അകത്ത് പ്രതിയായി മാറും. പോലീസ് വളരെ കൃത്യമായി തന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ നിയമം കയ്യിലെടുത്തിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള ധിക്കാരപരമായിരിക്കുന്ന പരിപാടികൾ കേരളത്തിൽ നടക്കത്തില്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വളരെ കർശനമായിരിക്കുന്ന നിർദ്ദേശം ഞങ്ങൾ തന്നിട്ടുണ്ട്. അതായത് ഒരായെങ്കിലും ഇത്തരത്തിലുള്ള നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. അത് ശക്തമായി ഞങ്ങൾ നടപ്പിലാക്കാൻ ചെയ്യും. വളരെ ക്ലാരിറ്റിയോടെയാണ് ADGP സംസാരിച്ചത്. അദ്ദേഹം പറയുന്നു, കാപ്പ ചുമത്താനുള്ള സാധ്യത അന്വേഷിക്കുന്നുണ്ട്, നിരവധി കേസുകളുണ്ട്. ഒരു ഗുണ്ടയും ഇനി ആയങ്കിയായി പോലീസിനെ വരട്ടാമെന്ന് കരുതണ്ട. ഒരു ഗുണ്ടയും ഇനി വടിവാള് കൊണ്ട് കേക്ക് മുറിക്കാമെന്ന് കരുതണ്ട. ഒരു ഗുണ്ടയും ഇനി ആരെയും ഭീഷണിപ്പെടുത്തി ഇവിടെ ആളാകാമെന്ന് കരുതണ്ട. മുഴുവൻ പേരെയും തൂത്തുവാരും. നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഇവരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഒരുത്തൻ ഞൊളയാൻ വന്നത്. അവനെ പിടിച്ചിട്ടുണ്ട് എന്ന് നല്ല കൃത്യമായി പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു. എന്തൊരു മാസ് ഡയലോഗാണ് വിജയൻ പറഞ്ഞത്. വാസ്തവത്തിൽ പോലീസിനോട് നമുക്ക് അഭിമാനം തോന്നിപ്പോകും. ഈ പോലീസ് ഓഫീസർ അവിടെ ഇരിക്കുമ്പോൾ രാഷ്ട്രീയമില്ല. വളരെ ഭംഗിയായി, വളരെ വ്യക്തമായി, വളരെ കൃത്യമായി എന്താണ് പോലീസ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യുന്നത്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി IPS കിട്ടിയിട്ടും ഒരുപാട് മാറ്റങ്ങൾക്ക് ശ്രമിച്ചിട്ടും അപമാനിക്കപ്പെട്ട ഒരു പോലീസ് ഓഫീസർ ആ കസേരയിൽ വന്നിരിക്കുമ്പോൾ അന്തസ്സായി തൻ്റെ പണിയെടുത്ത് നാട്ടുകാരെ കാണിക്കുകയാണ് പോലീസ് എന്താണെന്ന്. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അജിത് കുമാർ അടിമപ്പണി ചെയ്തപ്പോൾ, നിരപരാധികൾ വേട്ടയാടിയപ്പോൾ നമ്മളൊക്കെ പോലീസിനെ ചീത്ത വിളിച്ചു. പക്ഷേ ഇപ്പോഴിതാ പോലീസിന് അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു, അന്തസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ആ ഒരു മാറ്റം, അജിത് കുമാറിന് വിജയനിലേക്കുള്ള മാറ്റമുണ്ടല്ലോ, ആ മാറ്റം വല്ലാത്തൊരു മാറ്റമാണ്. അതാണ് കേരള ജനത ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും. അതങ്ങനെ തന്നെ ലഭിച്ചിരിക്കുന്നു. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അജിത് കുമാർ എന്ന അടിമ തൻ്റെ പോലീസ് കുപ്പായം നിലനിർത്താൻ, സസ്പെൻഷൻ ഒഴിവാക്കാൻ വളഞ്ഞ വഴികൾ മുഴുവൻ നോക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം കുനിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. എല്ലാവരും അത് കണ്ടു കാണും. മുഖ്യമന്ത്രി VD സതീശൻ ഗുരുവായൂർ സന്ദർശനത്തിന് എത്തുന്നു എന്നറിഞ്ഞ് അവിടുത്തെ ലേസൺ ഓഫീസറുടെ സഹായത്തോടെ ആ സമയത്ത് നുഴഞ്ഞു കയറി മുഖ്യമന്ത്രിയുടെ ഒപ്പം നിന്ന് കുനിഞ്ഞ് ഗുരുവായൂരപ്പനെ കാണുന്ന ചിത്രമാണ്. പക്ഷേ ഗുരുവായൂരപ്പൻ തുണച്ചില്ല. മുഖ്യമന്ത്രി ഗവനിക്കാതെ പോയി. ഒരു ഔദാര്യവും കിട്ടിയില്ല. സസ്പെൻഷനിലായി. ഇപ്പോൾ കൈകാലിട്ട് അടിച്ച് നടക്കുകയാണ്. ഈ പാവപ്പെട്ട മനുഷ്യരെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ. ഇപ്പോഴിതാ അജിത് കുമാർ രാജാവായിരുന്ന അതേ കസേരയിൽ ഇരുന്നു കൊണ്ട് വിജയൻ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥൻ നാടിന് നന്മ ചെയ്യുന്നു. അജിത് കുമാറിന്റെ കാലത്ത് എന്ത് സംഭവം ഉണ്ടായാലും അജിത് കുമാർ മൈക്കിന് മുമ്പിൽ വന്ന് നിൽക്കും, ചാനലിന് മുമ്പിൽ വന്ന് നിൽക്കും, ഷൈൻ ചെയ്യാൻ വേണ്ടി. പൗഡറൊക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പനായി അദ്ദേഹമാണ് പറയുന്നത്. DGPക്ക് റോളില്ല. എന്നാൽ ഈ P. വിജയൻ ചുമതലയേറ്റതിന് ശേഷം ആദ്യമായാണ് ഇങ്ങനെ മാധ്യമങ്ങളോട് പറയുന്നത്. അതും അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചൊന്നുമല്ല, അദ്ദേഹത്തിന് മുമ്പിൽ ഓടിച്ചെന്ന് ചാനലുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. അല്ലാതെ അജിത് കുമാർ ചെയ്യുന്നത് മാതിരി പത്രസമ്മേളനം വിളിച്ച് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചതല്ല, ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെയാണ് പോലീസ് ഓഫീസർ ചെയ്യേണ്ടത്. അജിത് ചെയ്തതുപോലെ പത്രങ്ങളുടെ മുമ്പിൽ തിളങ്ങി നിൽക്കുകയല്ല, ചാനൽ ക്യാമറകളിൽ പെടുകയല്ല, നേരെ മറിച്ച് പ്രവൃത്തി ചെയ്യുകയാണ്. അതാണ് വിജയൻ ചെയ്യുന്നത്. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വളർന്ന ഒരു പോലീസ് ഓഫീസർ ഒരു നാടിൻ്റെ രക്ഷകനാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഓപ്പറേഷൻ നമുക്ക് ഉത്തരമേഖല DIG K. കാർത്തികിൻ്റെ പേര് കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തമിഴ്നാട്ടിലെ തുരിഞ്ചാപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ആദ്യമായി എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ് കാർത്തിക്. ഒരു സാധാരണ കുടുംബത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഗാർഡിൻ്റെ മകനായി ജനിച്ചതാണ്. അവിടെ നിന്നാണ് അദ്ദേഹം IPSകാരനായി കേരളത്തിലേക്ക് വരുന്നത്. ഇരുന്നിടത്തെല്ലാം അന്തസ്സായി പണിയെടുത്തു K. കാർത്തിക് എന്ന IPSകാരൻ. കോട്ടയം SP ആയിരുന്നപ്പോഴാണ് ഈരാറ്റുപേട്ടയിൽ പ്രത്യേക പോലീസ് സന്നാഹം വേണം എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കിയത്. ആർക്കും കയറി ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ ഈരാറ്റുപേട്ട ഒരു പ്രത്യേക സ്ഥലമായി മാറിയപ്പോഴാണ് അദ്ദേഹം അങ്ങനെ നിർദ്ദേശം വെച്ചത്. വലിയ വിവാദമുണ്ടായി. അദ്ദേഹത്തിൻ്റെ സർക്കിളിനെതിരെ വലിയ രോഷമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സത്യം തുറന്നു പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നു. ലഹരിക്കെതിരെ, ഗുണ്ടകൾക്കെതിരെയൊക്കെ വലിയ ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. എറണാകുളം റൂറൽ SP ആയിരുന്നപ്പോൾ, തൃശ്ശൂർ DIG ആയിരുന്നപ്പോഴൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റിയിരിക്കുകയാണ് കണ്ണൂർ DIG ആയിരിക്കുമ്പോൾ. ഇപ്പോൾ ഓപ്പറേഷൻ ആയെങ്കിൽ ഇത്രയും സക്സസ് ആകാൻ പ്രധാന കാരണം ഈ K. കാർത്തിക് കൂടിയാണ്. പണിയെടുക്കാൻ താല്പര്യമുള്ള പോലീസുകാർക്കൊക്കെ പണിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു അന്തരീക്ഷമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത്.